നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൈബർ ഇടങ്ങളിലെ പ്രധാന ചർച്ച എ.ആർ. റഹ്മാന്റെ വിവാഹമോചനം തന്നെ. അതിനിടയിൽ നടൻ റഹ്മാന്റെ ഒരു കുറിപ്പ്. നടൻ റഹ്മാന്റെ ഭാര്യ സഹോദരിയാണ് സൈറ. എ.ആർ. റഹ്മാന്റെ വിവാഹം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷം നടക്കുന്നു. വിവാഹത്തിന് ശേഷം റഹ്മാൻ ഭാര്യയുമായി ഒരു ഹിൽ സ്റ്റേഷനിലാണ് ഹണിമൂൺ ആഘോഷിക്കാൻ പുറപ്പെട്ടത്. ആ ദിവസം രാത്രി ഏകദേശം ഒരു 12 മണിയായപ്പോൾ സൈറയുടെ സഹോദരി സൈറയെ ഫോണിൽ വിളിച്ചു. സൈറയാണ് അപ്പോൾ മറുപടി നൽകിയത്. അവൾ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. ഉറക്കത്തിനിടയിൽ അവൾ ഫോൺ എടുത്തു. റഹ്മാൻ എവിടെയെന്ന് സൈറയുടെ സഹോദരി മെഹ്റ ചോദിച്ചു. എനിക്കറിയില്ല എന്നായിരുന്നു സൈറയുടെ മറുപടി. ആ സമയം വീണ വായിച്ച് മറ്റൊരു മുറിയിൽ എന്തോ സംഗീതം കമ്പോസ് ചെയ്യുകയായിരുന്നു അപ്പോൾ എ.ആർ. റഹ്മാൻ. അടുത്ത കാലത്തായി സെലിബ്രിറ്റികൾക്കിടയിൽ വിവാഹമോചനം വളരെ കൂടുതലാണ്. ബോളിവുഡിൽ അമീർ ഖാൻ മുതൽ തമിഴിൽ ധനുഷ്, ജയം രവി പോലുള്ള നടന്മാരൊക്കെ ഇപ്പോൾ വിവാഹമോചനത്തിൽ എത്തി നിൽക്കുന്നു. സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാനും ഭാര്യ സൈറ ബാനുവും തമ്മിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു പിന്നിൽ വലിയ വിവാദ കോലാഹലങ്ങളുമുണ്ടായി. 29 വർഷം നീണ്ടുനിന്ന വിവാഹബന്ധമാണ് ഇരുവരും വേർപ്പെടുത്തിയത്. വിവാഹമോചനത്തെക്കുറിച്ച് ആദ്യം ലോകത്തോട് പറഞ്ഞത് സൈറ ബാനുവിന്റെ അഭിഭാഷക തന്നെ. ഇപ്പോഴിതാ ആ അഭിഭാഷക കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എ.ആർ. റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും കാര്യത്തിൽ മാത്രമല്ല, മിക്ക സെലിബ്രിറ്റികൾക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് വന്ദന ഷാ മറുപടി നൽകുന്നു. ബോളിവുഡിൽ ഇപ്പോൾ വിവാഹമോചനങ്ങൾ ഏറിവരുന്ന കാലഘട്ടമാണ്. അതിന് ഒരുപിടി കാരണങ്ങളുണ്ട്. ഇതിൽ ചില കാരണങ്ങൾ റഹ്മാനും സൈറ ബാനുവും തമ്മിൽ വേർപിരിയലിന് ഇടയാക്കി തീർത്തു. ദമ്പതിമാർക്കിടയിലെ അവിശ്വാസ്യതയല്ല, വിരസത തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമെന്ന് വന്ദന പറയുന്നു. ബോളിവുഡിലടക്കം താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും ഒക്കെ ജീവിതം വ്യത്യസ്തമാണ്. വിവാഹങ്ങളും വിവാഹമോചനവുമൊക്കെ ആളുകൾക്ക് മുന്നിൽ മാത്രം. ബോളിവുഡിലും അതിസമ്പന്ന കുടുംബങ്ങളിലുമൊക്കെ വിവാഹബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം ദമ്പതിമാർ തമ്മിലുള്ള വിശ്വാസവഞ്ചനയല്ല, മറിച്ച് വിരസതയാണ് എന്നവർ തുറന്നടിക്കുന്നു. അവരൊക്കെ വ്യത്യസ്തമായ ലൈംഗിക ജീവിതം നയിക്കുന്നവരാണ്. കാഷ്വൽ സെക്സിന് ഒരു മടിയുമില്ല. മറ്റു ദമ്പതിമാരെ അപേക്ഷിച്ച് ഈ ബന്ധങ്ങളിലെ ലൈംഗിക പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. ഇവരുടെയൊക്കെ ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ കൂടുന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അവിഹിതങ്ങളും വ്യഭിചാരവും വൺ നൈറ്റ് സ്റ്റാൻഡുകളുമൊക്കെ ഇപ്പോൾ വ്യാപകമാണ്. ഈ ബന്ധങ്ങളിൽ അതൊന്നും അത്ര വലിയ പ്രശ്നമാകാറില്ല. രണ്ടുപേർക്കും ഇതേക്കുറിച്ചൊക്കെ വലിയ ധാരണകളുണ്ട്. അവിഹിത ബന്ധങ്ങൾ ധാരാളം സംഭവിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് ആളുകൾ ബന്ധപ്പെടുന്നതും പതിവാണ്. ഞാൻ വ്യക്തിപരമായി ബോളിവുഡിൻ്റെ ഭാഗമല്ല എങ്കിലും ഇവിടെ നിന്ന് ഉയരുന്ന വിവാഹമോചന കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അറിയാമെന്ന് വന്ദന ഷാ പറയുന്നു. വർഷങ്ങളോളമുള്ള വൈകാരിക സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സൈറ ബാനു എ.ആർ. റഹ്മാനുമായി പിരിഞ്ഞത് എന്ന് കൃത്യമായി വന്ദന ഷാ വ്യക്തമാക്കുന്നു. ഹണിമൂൺ ദിവസങ്ങളിൽ ഭാര്യയ്ക്കൊപ്പം രാത്രി ചെലവഴിക്കാതെ തൊട്ടടുത്ത മുറിയിലിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്തിരുന്ന റഹ്മാനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് ആ വൈകാരികതയിലേക്കുള്ള കാരണങ്ങളുടെ തുടക്കവും. സൈറയുമായി വേർപിരിയാനുള്ള പ്രയാസകരമായ തീരുമാനമാണ് എടുത്തതെന്ന് എ.ആർ. റഹ്മാൻ വ്യക്തമാക്കുന്നു. എന്നാൽ റഹ്മാന്റെ ജീവിതകഥ തന്നെയാണ് നമുക്ക് പല ഉത്തരങ്ങളും പറഞ്ഞു നൽകുന്നത്. റഹ്മാൻ സാധാരണ തൻ്റെ ജോലി ചെയ്യുന്നത് രാത്രികാലങ്ങളിലാണ്. വൈകിട്ട് 9 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയങ്ങളിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുകയാണ് റഹ്മാൻ ഏറെ ഇഷ്ടം. ഒരു പാട്ടിന് 3 കോടി രൂപയാണ് റഹ്മാൻ പ്രതിഫലം വാങ്ങുന്നത്. വീടുകളും ആഡംബര കാറുകളുമൊക്കെ ഇഷ്ടം പോലെ. 1700 കോടി മുതൽ 2000 കോടി രൂപ വരെ എ.ആർ. റഹ്മാന് ആസ്തിയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പാദിക്കുന്ന സംഗീതജ്ഞനാണ് എ.ആർ. റഹ്മാൻ. 2000 കോടി രൂപയോളം ആസ്തിയുള്ള ഒരു സംഗീത സംവിധായകന് തൻ്റെ ജീവിതത്തിൽ എവിടെയാണ് പിഴച്ചത്? 1995 റഹ്മാനും സൈറയും തമ്മിൽ വിവാഹിതരായി. ഇപ്പോൾ 29 വർഷം പൂർത്തിയാക്കി. ഇതിനിടയിൽ ഇരുവർക്കും 3 കുട്ടികൾ ജനിച്ചു. എന്നാൽ 29 വർഷക്കാലം വിരസതകളുടെ ഒരു കാലഘട്ടമായിരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വന്ദന ഷാ നൽകുന്നത്. പ്രത്യേകിച്ച് സൈറ ബാനുവിന്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിലൊക്കെ റഹ്മാന് വീടുകളുണ്ട്. ചെന്നൈയിലെ ബംഗ്ലാവിന് പുറമെ ലോസ് ആഞ്ചലസ്, അമേരിക്ക, ദുബായ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായി വീടുകളുണ്ട്. റോൾസ് റോയ്സ്, സെഡാൻ ഗോസ്കാർ, BMW 7 സീരീസ്, ഓഡി Q7, മെഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ്, റേഞ്ച് റോവർ തുടങ്ങി അത്യാഡംബര വാഹനങ്ങൾ ഇഷ്ടം പോലെ. റഹ്മാന്റെയും ഭാര്യ സൈറ ബാനുവിൻ്റെയും വിവാഹമോചനം വിനോദ വ്യവസായത്തിലെ എക്കാലത്തെയും ചിലവേറിയ വിവാഹമോചനങ്ങളിൽ ഒന്നായിരിക്കും എന്നതിൽ സംശയമില്ല. ഗുജറാത്ത് സ്വദേശിനിയാണ് സൈറ ബാനു.
സൈറ ബാനുവിൻ്റെ സഹോദരി ബെഹ്റയെയാണ് റഹ്മാന്റെ ഉമ്മ ആദ്യമായി കണ്ടിഷ്ടപ്പെടുന്നത്. എന്നാൽ ബെഹ്റ വിവാഹിതയാണ് എന്ന് മനസ്സിലാക്കിയതോടെ ബെഹ്റ തന്നെ സൈറ ബാനുവിനെ നിർദ്ദേശിച്ചു. സൈറ ബാനുവിനെ ഇഷ്ടപ്പെട്ട റഹ്മാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. എങ്കിലും തുടക്കം മുതൽ താളപ്പിഴകൾ പ്രകടമായിരുന്നു. സൈറയുടെ കുടുംബത്തിന് AR റഹ്മാനുമായുള്ള ബന്ധത്തിന് ആദ്യം വലിയ താല്പര്യങ്ങളുണ്ടായിരുന്നില്ല. ഹൈന്ദവ വിശ്വാസിയായിരുന്ന ദിലീപ് കുമാർ എന്ന റഹ്മാന്റെ കുടുംബ പശ്ചാത്തലം തന്നെയായിരുന്നു സൈറ ബാനുവിൻ്റെ കുടുംബത്തിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്. അച്ഛനും സംഗീത സംവിധായകനുമായ RK ശേഖറിൻ്റെ മരണശേഷം റഹ്മാനും കുടുംബവും ഇസ്ലാം മതത്തിലെത്തി. പിതാവിൻ്റെ അവസാന നാളുകളിൽ പരിചരിച്ചിരുന്ന ഒരു സൂഫി പിന്നീട് 7-8 വർഷം കഴിഞ്ഞ് ഈ സൂഫി റഹ്മാന്റെ ഉമ്മയെ കാണാനെത്തി. അദ്ദേഹത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങിയാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അമ്മ തികഞ്ഞ ഹിന്ദു വിശ്വാസിയായിരുന്നു എന്ന് റഹ്മാൻ തന്നെ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മീയമായി വളരെയധികം ആക്റ്റീവായിരുന്നു അവർ. RK ശേഖർ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ ഇസ്ലാം മതം സ്വീകരിക്കുമായിരുന്നില്ല. അമ്മയുടെ നിർബന്ധമാണ് ഇത്തരമൊരു ഇസ്ലാം മതത്തിലേക്ക് റഹ്മാനെ നയിച്ചതെങ്കിലും ആ വിശ്വാസം അദ്ദേഹം ഹൃദയത്തിലേറ്റി. റഹ്മാന്റെ മക്കളെ തികഞ്ഞ ഇസ്ലാം മത വിശ്വാസികളായി റഹ്മാൻ വളർത്തി. മകൾ ഖദീജ ബുർഖ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുയർന്നിരുന്നു. അന്ന് റഹ്മാൻ പറഞ്ഞത് സ്ത്രീയായിരുന്നുവെങ്കിൽ താനും ബുർഖ ധരിക്കുമായിരുന്നുവെന്നാണ്. സൈറ ബാനുവിനെ വിവാഹം കഴിച്ചതിന് തൊട്ടു പിന്നാലെ റഹ്മാൻ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് മതം മാറിയത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അന്ന് ശക്തമായിരുന്നു. എന്നാൽ ഉമ്മ തന്നെയാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചത്. തൻ്റെ പിതാവ് ക്യാൻസർ ബാധിതനായിരുന്നപ്പോൾ ചികിത്സിച്ച സൂഫി വൈദ്യനുമായി വ്യക്തിപരവും ആത്മീയവും ആഴത്തിലുള്ള ഒരു ബന്ധവും തൻ്റെ ഉമ്മയ്ക്കുണ്ടായിരുന്നു. 7-8 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് തങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് റഹ്മാൻ തന്നെ പിന്നീട് അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈറ ബാനു AR റഹ്മാനിൽ നിന്ന് പ്രതീക്ഷിച്ചത് വലിയൊരു സംഗീതജ്ഞൻ്റെ ലോകമായിരുന്നില്ല എന്ന് വ്യക്തം. കാർ ഓടിക്കാനറിയാമോ, ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന ചോദ്യങ്ങൾ മാത്രമാണ് ആദ്യം റഹ്മാനെ കണ്ടുമുട്ടിയപ്പോൾ അവർ ചോദിച്ചത്. ഭാര്യയെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരുന്നു റഹ്മാൻ്റെയും മനസ്സിൽ. അവൾ വിദ്യാസമ്പന്നയായിരിക്കണം, സുന്ദരിയായിരിക്കണം, മനുഷ്യത്വമുള്ളവളായിരിക്കണം എന്നൊക്കെ റഹ്മാൻ ഉമ്മയോട് പറഞ്ഞു. എന്നാൽ സൈറ ബാനുവിൻ്റെ മനുഷ്യത്വമാണ് ഇപ്പോൾ സൈബറിടങ്ങൾ ചോദ്യം ചെയ്യുന്നത്. 50 വയസ്സ് കഴിഞ്ഞ സൈറ ബാനുവുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വിരസത അവരുടെ ജീവിതത്തെ വല്ലാതെ അലട്ടിയിരുന്നു എന്ന് വന്ദന ഷായുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കുന്നു. മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾ ധാരാളമുണ്ട്. അവരുടെ അതേ അനുഭവം തന്നെയാണ് ഒടുവിൽ സൈറ ബാനുവിനും. കയ്യിൽ ഒരുപാട് പണം, ഇഷ്ടം പോലെ സ്വത്തുക്കൾ, അതിലപ്പുറം കാറും ആഡംബര ബംഗ്ലാവുകളുമൊക്കെ. എന്നാൽ ജീവിതം അതിലൊക്കെ അപ്പുറത്ത് പ്രതീക്ഷകളുടെ തുരുത്തായി നിൽക്കുമ്പോൾ ഒരിക്കലും സംതൃപ്തി ലഭിക്കാത്ത മനസ്സ്. അവിടെയാണ് താളപ്പിഴകളുടെ അടിസ്ഥാന തത്വം. റഹ്മാന്റെ വാക്കുകൾ ഇത് സ്ഥിരീകരിക്കുന്നു. ഈ ബന്ധം 30-ലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരവസാനമുണ്ട്. തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിൻ്റെ സിംഹാസനം പോലും വിറച്ചേക്കാം. വീണ്ടും പഴയപടിയിലാകില്ല എങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ്. ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വകാര്യത മാനിച്ചതിന് നിങ്ങൾ കാണിച്ച ദയയ്ക്ക് സുഹൃത്തുക്കളോട് നന്ദി എന്ന് റഹ്മാൻ പറയുന്നു. എന്നാൽ തൻ്റെ ബ്രേക്കപ്പ് ഹാഷ്ടാഗ് ഇട്ട് ആഘോഷിക്കുന്ന റഹ്മാനെയാണ് പിന്നീട് സൈബർ ഇടങ്ങൾ കണ്ടത്. റഹ്മാൻ്റെ ബ്രേക്കപ്പിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഗിറ്റാറിസ്റ്റ് അവരുടെ വിവാഹമോചനം കൂടി പ്രഖ്യാപിച്ചപ്പോൾ അന്തം വിട്ടു നിന്നു സൈബർ ഇടങ്ങൾ. AR റഹ്മാൻ വിവാഹമോചിതനാകുന്നു എന്ന വാർത്തകൾ പുറത്തുവന്ന മണിക്കൂറുകൾക്കകം സംഗീത ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വിവാഹമോചന വാർത്തയും പുറത്തുവന്നു. റഹ്മാന്റെ ട്രൂപ്പിലെ അംഗവും പ്രശസ്ത ഗിറ്റാറിസ്റ്റുമായ മോഹിനി ഡേ ആണ് തന്റെ വിവാഹമോചനക്കാര്യം ലോകത്തെ അറിയിച്ചത്. പരസ്പര ധാരണയോടെ തങ്ങളുടെ വിവാഹ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നാണ് അവർ പറഞ്ഞത്. കൊൽക്കത്ത സ്വദേശിനിയായ മോഹിനി ഡേ മുംബൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. 28 വയസ്സ് പ്രായം. AR റഹ്മാനൊപ്പം നിരവധി രാജ്യങ്ങളിൽ 40-ലേറെ ഷോകളിൽ മോഹിനിയും പങ്കെടുത്തിട്ടുണ്ട്. AR റഹ്മാന്റെ വിവാഹമോചനവും മോഹിനി ഡേയുടെ വിവാഹമോചനവും ചേർത്ത് വെച്ച മാധ്യമങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു: AR റഹ്മാന്റെ നീക്കം അത്ര ശരിയല്ല. വന്ദന ഷാ പറയുന്നത് തന്നെയാണ് വാസ്തവം. പ്രതീക്ഷകൾ, പ്രത്യേകിച്ച് ലൈംഗിക താല്പര്യങ്ങൾ, അതിലപ്പുറം വിരസതയും ലൈംഗിക ദാരിദ്ര്യവും. ഇനിയും സെലിബ്രിറ്റികളുടെ വിവാഹ ജീവിതങ്ങൾ ഇങ്ങനെ തകർത്തടിഞ്ഞുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.